എല്ലാവർക്കും നമസ്കാരം. വണ്ടേഴ്സ് ഡയറിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. വണ്ടേഴ്സ് ഡയറി ഇന്നത്തെ നിൽക്കുന്ന ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണാനാണ്. അപ്പോൾ ഫ്ലവർ ഷോയിലെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകാം. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കയറുമ്പം തന്നെ ഇങ്ങനൊരു മഞ്ഞ പൂവുകളാൽ നിർമ്മിച്ച ഒരു ആർച്ച്, അതാണ് നമ്മൾ വരവേൽക്കുന്നത്. ഇവിടെ ഒരു പീരങ്കിയെ ഇവിടെ വെച്ചുകൊണ്ട് ഫ്രണ്ട് കയറുമ്പോൾ തന്നെ പിന്നെ പുഷ്പങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെടികളാൽ തീർത്ത ഒരു അത്തപ്പൂ പോലെ ഒരു സംഭവമാണ്. പിന്നെ ഇങ്ങനെ ആർച്ച് അപ്പോൾ ഇങ്ങനൊരു ആർച്ചാണ് നമ്മളിവിടെ വരവേൽക്കുന്നത്. ആർച്ച് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് പോകും. ഫുൾ റോസാപ്പൂവും ജമന്തിയും എല്ലാം ചേർന്നൊരു സംഭവമാണ്. കയറുമ്പോൾ തന്നെ ഒരു കോട്ടയൊക്കെ പൂവുകളാൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം പുഷ്പങ്ങളാലാണ്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് പുഷ്പങ്ങൾ കണ്ടു തുടങ്ങാം. 127ാമത് ഫ്ലവർ ഷോയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം പൂവുകളാൽ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ എല്ലാം നമുക്കറിയാവുന്ന പൂക്കൾ തന്നെയാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് പൂക്കൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഓർക്കിഡിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. എല്ലാ പൂക്കളുടെയും പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ തോട്ടങ്ങൾ, നമ്മുടെ ഗാർഡനിലൊക്കെ കാണുന്ന എല്ലാ ടൈപ്പ് ഓഫ് ചെടികളും നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ഇന്ന് കാണുന്നത് ഒരു കോട്ടയാണ്. നേരത്തെ നമ്മൾ കണ്ട കോട്ട. ഒരു എലിഫൻറ്റും 2 ഭടന്മാരും ഫുള്ള് പൂവുണ്ട്.
അങ്ങനെ നമ്മളകത്ത് വീണ്ടും ഒരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. അതിനകത്തേക്ക് പോകണം. നമുക്ക് പണ്ട് കാട്ടിലും മേട്ടിലും തോട്ടിലും വരമ്പത്തും ഒക്കെ കണ്ട ചെടികളൊക്കെ ഇവിടെ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ചെറിയ പുൽമേടും അതിന് നടുക്കായിട്ടൊരു ചെറിയ കുളം. അതിന് ചുറ്റും നല്ല ഫ്ലവേഴ്സ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലൊരു വഴിയുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിന് വെട്ടി നല്ല ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെയോ സ്റ്റോളൊക്കെ ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ അലങ്കരിച്ച ഒരു രഥമല്ല ബീരങ്കിയാണ് കേട്ടോ. ഇന്ത്യയുടെ ഭൂപടം ഫുള്ള് ചെടികളാൽ നിർമ്മിച്ചിട്ടുണ്ട്. വാദ്യോപകരണങ്ങൾ
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഉണ്ടാകുന്ന ഗാർഡനിൽ വിരിയുന്ന ഓരോ പൂക്കളും ഓരോ ദിവസവും നമുക്ക് പോസിറ്റീവ് വൈബ് തരും. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, അന്നത്തെ ദിവസത്തേക്കുള്ള ഊർജ്ജവും ആ ചിരിയിലും ആ സന്തോഷത്തിലും നമുക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ വന്ന് രാവിലെ തന്നെ ഈ പുഷ്പങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു പോസിറ്റീവ് വൈബാണ് നമ്മളിപ്പോൾ. നമ്മളെ സ്ട്രെസ്സും നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഈ പൂക്കൾ നമുക്ക് മാറ്റിത്തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പുഷ്പമേളയുടെ വിശേഷങ്ങൾ ഊട്ടിയിൽ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പുഷ്പമേള കാണാൻ സാധിച്ചതും നിങ്ങളിത് കാണിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. കണ്ടതല്ല, ഇവിടെ ഒന്ന് നേരിട്ട് കാണേണ്ടത് തന്നെയാണ് ഈ പുഷ്പമേള എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതാണ്. സൈനിങ് ഓഫ് ബൈ ചന്ദ്രു ഫ്രം വണ്ടേഴ്സ് ഡയറി.